മാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വരുന്ന 9, 11 തീയതികളിൽ നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലോക്കൽ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തുക എന്നത് ഖുതുബയിൽ പറയേണ്ടതില്ല, പറയുന്നുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് മൗനികളാവാൻ, നിശബ്ദരാവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ സുപ്രധാന മേഖലയായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പുകൾ. രാഷ്ട്രീയമടക്കമുള്ള സകല വിഷയങ്ങളും ഇസ്ലാമിൻ്റെ സമഗ്രമായ ഉള്ളടക്കത്തിൻ്റെ ഭാഗവുമാണ്. ഇസ്ലാമിൻ്റെ ഉള്ളടക്കത്തിൽ ഒന്നിനെയും ഒളിപ്പിച്ചു വെക്കരുതെന്നാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറ അൽ ബഖറയിലെ വചനം. അള്ളാഹു പറയാൻ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നിശ്ചയം നാം ഇറക്കിയ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളെയും സന്മാർഗത്തെയും ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അത് വളരെ കൃത്യമാക്കിയതിനു ശേഷം, വ്യക്തമാക്കിയതിനു ശേഷം അള്ളാഹു വ്യക്തമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഇറക്കിയ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ അവർ നല്ലവരല്ല. ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ, അവർ അള്ളാഹുവിന്റെ ശാപത്തിനിരയാകുന്നവരാണ്. ശപിക്കുന്ന ആളുകൾ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശാപം മാത്രമല്ല, പ്രപഞ്ചത്തിൽ അദൃശ്യരായ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ശാപത്തിനും ഇരയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അള്ളാഹു വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിലെ മാർഗനിർദ്ദേശങ്ങളിൽ ചിലത് ഒളിപ്പിച്ചു വെച്ചു, ചിലത് പറയേണ്ടതില്ല. ആത്മീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമസ്കാരത്തെക്കുറിച്ചും ദിക്റിനെ കുറിച്ചും സ്വലാത്തിനെ കുറിച്ചും അതുപോലെ സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും അതുപോലുള്ള നോമ്പിനെ കുറിച്ചും ഒക്കെയുള്ള ആരാധനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം പറഞ്ഞാൽ മതി. ആരാധനാപരമായ ആത്മീയമായ കാര്യങ്ങൾക്കപ്പുറത്ത് ഈ ദീനിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, അത് സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ശാപത്തിനിരയാണെന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലൂടെ അള്ളാഹു നമ്മോട് പറയാണ്. സഹോദരങ്ങളെ, ഈ ദീൻ പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്, ഈ ദീനിന് പൂർണ്ണമായ സാക്ഷികളാവാനാണ് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ, ദീനിൽ പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കണം. നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാറകൾ ജീവിതത്തിന്റെ ഒരു മേഖലയിലും പിന്തുടരാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛകളെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും പിന്തുടരാൻ പാടില്ല. നിങ്ങൾ ഭൂമിയിലെ മേലാളന്മാരുടെ മാത്രം നിർദ്ദേശം, അള്ളാഹുവിന്റെ ഇംഗിതവും അവന്റെ കൽപ്പനകളും അവഗണിച്ചും തിരസ്കരിച്ചും കൊണ്ട് ഭൂമിയിലെ മേലാളന്മാരുടെ കൽപ്പനകളെയും ഇംഗിതങ്ങളെയും നിങ്ങൾ പിന്തുടരാൻ പാടില്ല. നിങ്ങൾ ഈ ദീനിൽ പൂർണ്ണമായും പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് മറ്റൊരിടത്ത് അള്ളാഹു പറയാൻ, അള്ളാന്റെ ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചില നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു നിലപാട് ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വലിയ നിന്ദ്യതയ്ക്കും ശിക്ഷയ്ക്കും ഇരയാവും എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയാൻ, അള്ളാഹു പറയാൻ, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ഗ്രന്ഥത്തിലെ ബാക്കി കാര്യങ്ങളെ നിങ്ങൾ നിരാകരിക്കുകയുമാണോ, നിഷേധിക്കുകയുമാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിരിയും ഫിൽ ഹയാത്തിദ് ദുനിയ, അങ്ങനെ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ മാത്രം പറയുക, ചില കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞ മറ്റു ധാരാളം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ, ആരാധനാപരമായ കാര്യങ്ങൾ, മതപരം എന്ന വിവക്ഷയിൽ നാം തന്നെ സ്വയം ഉൾപ്പെടുത്തിയ ഏതാനും ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുകയും ഈ ദീൻ തന്നെ പരാമർശിക്കുന്ന മറ്റ് ധാരാളം കാര്യങ്ങളെ, ഈ ഖുർആൻ തന്നെ, ഈ ഗ്രന്ഥം തന്നെ പരാമർശിക്കുന്ന മറ്റ് ധാരാളം കാര്യങ്ങളെ നിരാകരിക്കുകയും ചെയ്യുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അവരോട് അല്ലാഹു സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിരിയും ഫിൽ ഹയാത്തിദ് ദുനിയ, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ നിന്ദ്യതയല്ലാതെ മറ്റൊന്നും അവർ ഏറ്റുവാങ്ങേണ്ടി വരില്ല. നിന്ദ്യതയാണ് ദുനിയാവിൽ ഈ ലോകത്ത് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത്. പരലോകത്തോ വയൗമൽ ഖിയാമ
ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക് പരലോകത്ത് അവരെ തള്ളപ്പെടുന്നതാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചു പോകരുത് എന്ന് അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ഉള്ളടക്കങ്ങളെല്ലാം ചേർന്നതാണ് ഇസ്ലാം. അതൊരു ആത്മീയ പദ്ധതിയാണ്, അതൊരു ധാർമ്മിക പദ്ധതിയാണ്, അതോടൊപ്പം അതൊരു സാമ്പത്തികവും സാമൂഹികവും ധാർമ്മികവും നാഗരികവുമായ പദ്ധതിയാണ്. ഒരു സമഗ്രമായ ജീവിത ദർശനമാണ് ഇസ്ലാം എന്ന അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഇസ്ലാമിക ലോകത്ത് ആദ്യമായി തകർന്നു പോവുക അതിന്റെ ഭരണ രാഷ്ട്രീയ വ്യവസ്ഥിതിയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നറിയിപ്പ് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുൻഖലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, ഇസ്ലാമിന്റെ ബന്ധങ്ങൾ, ഇസ്ലാമിന്റെ കെട്ടുകൾ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വീഴുന്നതാണ്. വഅവ്വലുഹുന്ന നഖ്ദൻ ഹുക്മു വആഖിറുഹുന്ന സ്വലാ, ആ ഇസ്ലാമിക ബന്ധങ്ങളിൽ, ഇസ്ലാമിന്റെ കെട്ടുകളിൽ ആദ്യമായിട്ട് അഴിഞ്ഞു വീഴുന്നത് അതിന്റെ ഭരണ സംവിധാനമായിരിക്കും. അവസാനം വരെ നിലനിൽക്കുന്നത് അതിന്റെ ആത്മീയ സംവിധാനമായി, നമസ്കാരമായിരിക്കും അവസാനം വരെ നിലനിൽക്കുന്നത്. നിങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ടൊരു വിരോധവുമില്ല. പക്ഷേ ഭരണരാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ലെന്ന് പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഞങ്ങളുടെ മേഖലയാണ്, അതിൽ നിങ്ങൾ കൈവെക്കേണ്ടതില്ല എന്ന് പറയുന്നവർ. ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി തകർന്നു പോയതിന് ശേഷം മുസ്ലിം ലോകത്ത് തന്നെ ഉടലെടുത്ത ഒരു വാദമാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. പള്ളിയിലെ കാര്യം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. നിങ്ങൾ സാമൂഹിക ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ട, സാമൂഹിക ജീവിതത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ പറയണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ശാഠ്യങ്ങൾക്ക് വഴങ്ങുന്ന മുസ്ലിം നാമധാരികളെയും നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ ദാർശനിക വായനയിൽ, ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്ര വായനയിൽ അങ്ങനെ ഒരു ഇസ്ലാമിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അരാഷ്ട്രീയമായ ഇസ്ലാം, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാത്തൊരു ഇസ്ലാം, അങ്ങനെ ഒരു ഇസ്ലാമിനെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. കാരണം അതല്ല ഖുർആനിന്റെ നിലപാട്. അതാണ് മേൽപ്പറഞ്ഞ വചനങ്ങളിലൂടെ നാം വിശദീകരിച്ചത്. ഗ്രന്ഥത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുക, ഗ്രന്ഥത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുകയും അതിന്റെ വചനങ്ങളിൽ ചിലത് ഒളിപ്പിച്ചു വെക്കാതിരിക്കുകയും ചിലത് മാത്രം പറയുകയും ചെയ്യുന്ന നിലപാട് നിങ്ങൾക്കുണ്ടാവാൻ പാടില്ലെന്ന് കൃത്യമായി ധാരാളം വചനങ്ങളിലൂടെ അല്ലാഹു തആല ഉണർത്തിയ കാര്യമാണ് സഹോദരങ്ങളെ. രാഷ്ട്രീയമടക്കമുള്ള സകല മേഖലകളെയും ക്രിയാത്മകമായി കൈകാര്യം ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു സമഗ്രമായ വ്യവസ്ഥിതിയും ജീവിത പദ്ധതിയുമാണ് ഇസ്ലാം എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ആ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക്, ദൈവഭക്തിയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാർഗദർശനമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. സന്മാർഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ മാത്രം വെളിച്ചം കാണിച്ചാൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് സന്മാർഗം എന്ന് പറയുക സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ, മതകാര്യങ്ങളിൽ മാത്രം വെളിച്ചം കാണിക്കുന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഹുദ എന്ന് പറയുക സാധ്യമല്ല. ഹുദ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം എവിടെയൊക്കെ സ്പർശിക്കുന്നുണ്ടോ ആ മേഖലകളിലേക്കെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഒരു ജീവിത പദ്ധതിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അതിൽ ആത്മീയ കാര്യങ്ങൾ, അതിൽ ധാർമ്മിക കാര്യങ്ങൾ, അതിൽ സാമൂഹിക കാര്യങ്ങൾ, അതിൽ സാംസ്കാരിക വിഷയങ്ങൾ, അതിൽ സാമ്പത്തിക വിഷയങ്ങൾ, അതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ അടക്കമുള്ള ദേശീയ അന്തർദേശീയ മേഖലകളിലേക്കുള്ള അടിസ്ഥാനങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിന് പൂർണ്ണതയുണ്ട്, ആ ഗ്രന്ഥത്തിന് വ്യക്തതയുണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, പ്രവാചകരെ ഈ ഗ്രന്ഥം നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എല്ലാറ്റിനുമുള്ള വിശദീകരണമായിട്ടാണ്. ഈ ഗ്രന്ഥം സമഗ്രമായ ഉള്ളടക്കമുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച് പോകാവുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നല്ല
പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നതാണ്. ഈ ഗ്രന്ഥം സമഗ്രമാണ്, ഈ ഗ്രന്ഥം സമ്പൂർണമാണ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആനിക അടിത്തറയിൽ സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഗൗരവത്തിൽ കാണാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സാധിക്കണം, അതല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി എല്ലാ തെരഞ്ഞെടുപ്പുകളെയും സമീപിക്കുവാൻ ഖുർആനിക അടിത്തറയിൽ സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിലും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. സാമൂഹിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ഉത്തരവാദിത്ത ബോധത്തെ വിശുദ്ധ ഖുർആൻ അമാനത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു വിശ്വസിച്ചേൽപ്പിച്ച കാര്യം സഹോദരങ്ങളെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നാം എന്തോ ഒരു മനസ്സോടുകൂടി പ്രവേശിക്കുകയും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ലാതെ ഒന്നുകിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്ത് പോന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയും ഒന്ന് കുത്തിപ്പോരുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ചിന്തയോടുകൂടി, കൃത്യമായ വിശകലനത്തോടുകൂടി, കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി സമീപിക്കണം. അതൊരു പക്ഷേ നമ്മൾ പരമ്പരാഗതമായി വോട്ട് ചെയ്ത പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടോ, അതല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ വോട്ട് ചെയ്യാത്ത പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടോ അതിന്റെ പാർട്ടിക്ക് എന്നുത്ബുദ്ധമായിട്ടുള്ള ഒരു സദസ്സിനോട് ഞാൻ പ്രതിപാദിക്കേണ്ടതില്ല. അത് മനസ്സിലാക്കാനുള്ള പക്വതയും അത്തരം കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള വിവേചന ശേഷിയും തീർച്ചയായിട്ടും ഇതുപോലുള്ള വിശ്വാസികളുടെ സദസ്സുകൾക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഉത്തരവാദിത്ത ബോധം വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്. സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസികളുടെ സാമൂഹിക ജീവിതത്തിലെ ഉത്തരവാദിത്ത ബോധം അമാനത്താണ് എന്ന് കൂടി ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അല്ലാഹു പറയാണ്, നിശ്ചയം അല്ലാഹു തആല അമാനത്തുകളെ അതിന്റെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഏൽപ്പിച്ചു കൊടുക്കാനാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അർഹരായ ആളുകളിലേക്ക് അമാനത്തുകൾ എത്തിച്ചു കൊടുക്കാനാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നിങ്ങളോട് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് അധികാരികളാക്കേണ്ടത്? അധികാരികളാവുന്ന ആളുകൾക്ക് ജനങ്ങളോടും ഒരു അമാനത്തുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കും ആരെയാണ് അധികാരികളാക്കേണ്ടത്, ആരെയാണ് ജനപ്രതിനിധികളാക്കേണ്ടത് എന്നതിലും ഒരു അമാനത്തുണ്ട് എന്നുള്ളതാണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിശ്ചയം അല്ലാഹു തആല അമാനത്തുകൾ അതിന്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അർഹർക്ക് മാത്രം എത്തിച്ചു കൊടുക്കാൻ നിശ്ചയം അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ അധികാരത്തിലെത്തുന്ന ആളുകളോട് പറയാണ്, വൈദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിധികർത്തൃത്വവും നിങ്ങൾ ഭരണനിർവഹണവും നടത്തുകയാണെങ്കിൽ, അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിപൂർവം വിധികർത്തൃത്വവും ഭരണനിർവഹണവും നടത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല അധികാരികളോട് പറയാണ്, ജനപ്രതിനിധികളോട് പറയാണ്, അമാനത്തുകളെ അതിന്റെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനം ആരംഭിക്കുന്നത്. രണ്ട് തരം അമാനത്തുകളാണ് മനുഷ്യർക്ക് മനുഷ്യരോടുള്ളത് എന്നുള്ളതാണ്. ഒന്നാളുകൾ പരസ്പരം ഏൽപ്പിക്കുന്ന അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ ധനം, പണം, മറ്റു വസ്തുക്കൾ, രഹസ്യങ്ങൾ, കരാറുകൾ, ഇവയാണ് ഒന്നാമത്തെ ഇനം അമാനത്ത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഇനം അമാനത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ പരസ്പരം ഏൽപ്പിക്കുന്ന ധനം, പണം, മറ്റു വസ്തുക്കൾ, രഹസ്യങ്ങൾ, കരാറുകൾ, ഇവയാണ് ഒന്നാമത്തെ ഇനം അമാനത്ത്. മറ്റാർക്കും നൽകാതെ അർഹരായ ആളുകൾക്ക് മാത്രം അവ മടക്കി കൊടുക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. രണ്ടാമത്തേത് ഭരണപരമായ അമാനത്താണ്. ഭരണാധികാരി തന്റെ ഭരണപരമായ അധികാരങ്ങൾ വിശ്വസ്തയോടെ ഒരു അമാനത്ത് അഥവാ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന നിലയിൽ കൈകാര്യം ചെയ്യലാണ് ഭരണാധികാരിയുടെ ജനങ്ങളോടുള്ള അമാനത്ത് എന്ന് പറയുന്നത്. അയാൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു, അയാൾക്ക് ജനപ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. ആ അധികാരം അയാൾ ദുർവിനിയോഗിക്കാതെ അയാളെ കൈകാര്യം ചെയ്യുക, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അമാനത്ത് എന്ന നിലയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഭരണാധികാരിക്ക് മാത്രമല്ല ഭരണരംഗത്ത് അമാനത്തുള്ളത്, മറിച്ച് പൗരന്മാർക്കും പൊതുജനങ്ങൾക്കും അമാനത്തുണ്ട്. പൗരന്മാരുടെയും പൊതുജനങ്ങളുടെയും അമാനത്തിന്റെ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഭരണപരമായ അധികാരങ്ങളും പദവികളും അതിന്റെ
യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുക എന്നതാണ് പൊതുജനങ്ങളുടെ അമാനത്ത് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഭരണപരമായ അധികാരങ്ങളും പദവികളും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് അർഹരായ ആളുകളിലേക്ക് മാത്രം കൈമാറുക എന്നതാണ് പൊതുജനങ്ങളുടെ അമാനത്ത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീനകും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ. ആരാണ് വിജയിച്ച സത്യവിശ്വാസികൾ? അവരുടെ അമാനത്തുകളെയും അവരുടെ കരാറുകളെയും പരിഗണിക്കുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൽ അമാനത ഇലാ മൻ ഇത്തമനക വലാ തഖുൻ മൻ ഖാനക. അമാനത്തുകളെ നിങ്ങൾ ഏൽപ്പിക്കണം. അമാനത്തുകളെ നിങ്ങളെ വിശ്വസിച്ചവരിലേക്ക് നിങ്ങൾ അമാനത്തുകളെ ഏൽപ്പിക്കണം. വലാ തഖുൻ മൻ ഖാനക. നിങ്ങളെ വഞ്ചിച്ചവരോട് പോലും നിങ്ങൾ വഞ്ചന ചെയ്യാൻ പാടില്ല. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ് സാഅ. അമാനത്ത് പാഴായി കഴിഞ്ഞാൽ, അമാനത്ത് വിശ്വാസം പാഴായി കഴിഞ്ഞാൽ അന്ത്യദിനം നിങ്ങളെ പ്രതീക്ഷിക്കണം. അന്ത്യദിനം നിങ്ങളെ പ്രതീക്ഷിക്കണം. എപ്പോഴാണ് അന്ത്യദിനം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശിഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ഇദാ ഖുയ്യഅത്തിൽ അമാനതു ഫന്തളിരിസ് സാഅ. അമാനത്ത് പാഴായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണം. എപ്പോഴാണ് അമാനത്ത് പാഴാവുക? വകൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്. എങ്ങനെയാണ് പ്രവാചകരെ ഈ അമാനത്ത് പാഴായി പോവൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം നമ്മൾ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ് സാഅ. അധികാരം അനർഹരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണം. രണ്ട് രീതിയിലാണ് നിവേദനം വന്നിട്ടുള്ളത്. ഹദീസ് രണ്ട് രീതിയിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബുഖാരിയുടെ നിവേദനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസ്നിദൽ അംറു. ഒരു നിവേദനം അങ്ങനെയാണ്. വേറൊരു നിവേദനം ഇദാ ഉസ്നിദൽ അംറു എന്നാണ്. രണ്ടിനും ഒരേ അർത്ഥമാണ്. അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ് സാഅ. അനർഹരായ ആളുകളിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് ജനങ്ങളുടെ അമാനത്ത്, പൗരന്മാരുടെ അമാനത്ത് എന്ന് പറയുന്നത് അർഹരായ ആളുകളിലേക്ക് മാത്രം ജനപ്രാതിനിധ്യം, അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ചില സുപ്രധാന യോഗ്യതകൾ ഉണ്ടാവണം. ആ യോഗ്യതകൾ ഉള്ളവരിലേക്ക് അധികാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ആ യോഗ്യതകൾ എന്തൊക്കെയാണ്? അയോഗ്യരിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടാൽ അന്ത്യദിനം പ്രതീക്ഷിക്കണമെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടാവേണ്ടുന്ന യോഗ്യതകൾ എന്താണെന്ന് കൂടി കൃത്യമായി ഇസ്ലാമികമായ അടിത്തറയിൽ നമ്മൾ പഠിക്കണം, വിശകലനം ചെയ്യണം. ആ യോഗ്യതകൾ പൂർണ്ണതയിൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവണം എന്നില്ല. നമ്മൾ ചില സ്ഥാനാർത്ഥികളെ നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ മുഴുവൻ സ്ഥാനാർത്ഥികളും ഒരു കണക്കാണ് എന്ന രീതിയിലൊക്കെ ആളുകൾ പറയാറുണ്ട്. കാരണം മനുഷ്യരാണ്. മനുഷ്യരിൽ ഒരുപാട് ചാബല്യങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും കാലഘട്ടം അങ്ങനെ മുന്നോട്ട് പോകും തോറും അങ്ങനെയുള്ള ദൗർബല്യങ്ങൾ കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് താരതമ്യേന മെച്ചപ്പെട്ടവർ, നമ്മൾ പറയാൻ പോകുന്ന യോഗ്യതകളിൽ താരതമ്യേന മെച്ചപ്പെട്ടവരെ മാത്രമേ നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കണക്കാണ്, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ സമ്മതിദാനം വിനിയോഗിക്കുന്നില്ല എന്ന് പറയാനും യഥാർത്ഥത്തിൽ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്നും എന്ന നിലപാടും നമ്മൾ സ്വീകരിച്ചേക്കരുത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ പൗരത്വത്തിന്റെ ഭാഗമാണ്, നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത്. വിശേഷിച്ചും പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പല വെല്ലുവിളികൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് വിശേഷിച്ചും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അർഹരായ ആളുകൾ ആരാണ്, അവകാശപ്പെട്ട ആളുകൾ ആരാണ്, കൃത്യമായ പഠനവും നിരീക്ഷണവും മനനവും അന്വേഷണവും താരതമ്യവും എല്ലാം നടത്തണം. അങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ മുൻഗണന നൽകുകയും വേണം. ആ യോഗ്യതകളിൽ ഒന്നാമത്തേത് വിശ്വസ്തതയാണ്. പല ആളുകളും, സ്ഥാനാർത്ഥികൾ പല കരാറുകളും നൽകും, പക്ഷേ ആ കരാറുകൾ പാലിക്കില്ല. അങ്ങനെ കരാറ് പാലിക്കാത്ത ഒരു സ്വഭാവമുള്ള ഒരാളെ അധികാരിയായി, ജനപ്രതിനിധിയാക്കി, ഭരണാധികാരിയാക്കി കൊണ്ടുവരേണ്ടതില്ല, കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. വിശ്വസ്തതയുള്ള ആളാവണം, അഴിമതി രഹിത കാഴ്ചപ്പാടുകൾ ഉള്ളയാളാവണം.
സാമ്പത്തിക കൃത്രിമത്വങ്ങളുടെ ചരിത്രമില്ലാത്തയാളാവണം. അഴിമതിരാഹിത്യത്തിന്റെ ചരിത്രമുള്ള, സാമ്പത്തിക കൃത്രിമത്വങ്ങളുടെ ചരിത്രമില്ലാത്തവരെ, വിശ്വസ്തരായ ആളുകളെ തെരഞ്ഞെടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അഴിമതിരാഹിത്യവും അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളില്ലാത്ത ജീവിതവുമാണ്. അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനിസ്തഅമല്ലാഹു മിൻകും അലാ അമലിൻ, ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, നിങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടു, ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്തം. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ജനപ്രതിനിധി, അതല്ലെങ്കിൽ ഗവർണർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫകതംനാ മുഖൈതൻ ഫമാ ഫൗഖഹു, ഒരു സൂചിയോ അതിന് മീതെയുള്ള ഒരു കാര്യമോ, ഇസ്ലാമിക രാഷ്ട്രത്തിന് ലഭിക്കേണ്ടുന്ന ഒരു സൂചിയോ അതിന് മീതെയുള്ള കാര്യമോ ഒളിപ്പിച്ചു വെച്ചാൽ കാന ഖുലൂലൻ യഅതി ബിഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അത് വഞ്ചനയായിട്ടാണ് വിലയിരുത്തപ്പെടുക. ഒരു സൂചി എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണ് സഹോദരങ്ങളെ, എത്ര നിസ്സാരമാണ്, എത്ര കുറഞ്ഞ ദിർഹമുകൾക്ക്, എത്ര കുറഞ്ഞ പൈസക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ഒരു സൂചി. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സൂചിയാണ് നിങ്ങൾക്കായി ഒളിപ്പിച്ചു വെച്ചതെങ്കിലും അത് നാളെ അന്ത്യദിനത്തിൽ വഞ്ചനയായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇത് കേട്ടപ്പോൾ കറുത്ത നിറമുള്ള അൻസ്വാരി സഹാബി എഴുന്നേറ്റ് നിന്നു. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇഖ്ബൽ അന്നി അമലക്, ഈ ചുമതല എന്നിൽ നിന്ന് താങ്കൾ ഏറ്റെടുത്താലും എനിക്ക് ഈ ചുമതല വേണ്ട, അങ്ങനെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ചുമതല എനിക്ക് വേണ്ട. വമാലക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? സമയത്തുക തഖൂലു കദാ വകദാ, താങ്കൾ ഇങ്ങനെയെല്ലാമാണല്ലോ പ്രവാചകരെ പറയുന്നത്, ഒരു സൂചി പോലും ഒളിപ്പിച്ചു വെച്ചാൽ എന്നാണല്ലോ, അശ്രദ്ധമായിട്ട് പോലും ചിലപ്പോൾ എന്നിലത് സംഭവിച്ചുകൂടായികയില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്കൊന്നും എനിക്ക് സൂക്ഷ്മത പാലിക്കാൻ ഈ രംഗത്ത് സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന ഭാവേനയാണ് അദ്ദേഹം പറയുന്ന, പ്രവാചകരെ ഈ ഉത്തരവാദിത്തം എന്നിൽ നിന്ന് തിരിച്ചെടുത്താലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയത്തുക തഖൂലു കദാ വകദാ ഖാല വ അന അഖൂലുഹു ലാൻ, ഇപ്രകാരമാണോ താങ്കൾ പറയുന്നത്? എങ്കിലും ഞാൻ നിലപാട് മാറ്റുകയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് പറയുക. എന്താണ് നിലപാട്? മനിസ്തഅമല്ലാഹു മിൻകും അലാ അമലിൻ ഫൽയജീഉ ബിഖലീലിഹി വകസീരിഹി, ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടയാൾ രാഷ്ട്രത്തിന് ലഭിക്കേണ്ടുന്ന കുറഞ്ഞതും കൂടിയതുമായ മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രത്തിന് തന്നെ നൽകേണ്ടതുണ്ട്. ഫമാ ഉത്തിയ മിൻഹു അഖദ വമാ നുഹിയ അൻഹു ഇൻതഹ, അയാൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നത്, രാഷ്ട്രത്തിൽ നിന്നും അയാൾക്ക് ശമ്പളമായിട്ട് ലഭിക്കുന്നത് അയാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തുള്ളത് അയാൾ വിലക്കപ്പെട്ട കാര്യങ്ങളാണ്, അതയാൾ എടുക്കാൻ പാടില്ല, അതിൽ നിന്ന് അയാൾ അകന്ന് നിൽക്കണം. സഹോദരങ്ങളെ, വിശ്വസ്തനായിരിക്കണം ചുമതല ഏൽപ്പിക്കപ്പെടുന്നയാൾ എന്നതാണ് പഠിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അഴിമതിരഹിത പാരമ്പര്യമുള്ള, സാമ്പത്തിക കുറ്റകൃത്യ ചരിത്രങ്ങളുടെ പാരമ്പര്യമില്ലാത്ത മനുഷ്യനായിരിക്കണം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്നയാളെന്നാണ്, ജനപ്രാതിനിധ്യം ഏൽപ്പിക്കപ്പെടുന്നയാളെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. രണ്ടാമത്തേത് കൂടിയാലോചനയാണ്. സഹോദരങ്ങളെ, ആധുനിക വീക്ഷണ പ്രകാരവും ഇസ്ലാമിക നിലപാടനുസരിച്ചും വികസന പ്രവർത്തനങ്ങൾ ഭരണാധികാരി സ്വേച്ഛപ്രകാരം നിർവഹിക്കേണ്ടതല്ല, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിർവഹിക്കേണ്ടതല്ല. ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആധുനിക വീക്ഷണത്തിലും അങ്ങനെയല്ല, ഇസ്ലാമിക വീക്ഷണത്തിലും അങ്ങനെയല്ല. സഹോദരങ്ങളെ, വികസന പ്രവർത്തനങ്ങൾ ഭരണാധികാരി കൂടിയാലോചിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ്. ഭരണാധികാരികൾക്ക് കൂടിയാലോചിക്കാൻ സഭകളും വേദികളും വേണമെന്ന ആധുനിക വീക്ഷണം 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം കൂടിയാണ്. വശാവിറുഹും ഫിൽ അംർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഖുർആൻ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് സാമൂഹ്യ വിഷയങ്ങൾ തീരുമാനിക്കരുത്, മറിച്ച് വശാവിറുഹും ഫിൽ അംർ, അവരോട് നിങ്ങൾ കൂടിയാലോചന നടത്തണം. അംറുഹും ശൂറാ ബൈനഹും, അവർക്കിടയിൽ കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് ഭരണനിർവഹണം നടത്തേണ്ടത്. ഇതെല്ലാമാണ് ഖുർആനിന്റെ കൽപ്പന എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, കൂടിയാലോചനകൾക്ക് ചില വേദികളും സദസ്സുകളും മാത്രം ഉണ്ടായാൽ പോരാ. ജനപ്രതിനിധികൾക്കും ഭരണാധികാരികൾക്കും കൃത്യമായ അഭിപ്രായ സുഭദ്രതയുള്ളതോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനുള്ള മനസ്സും ആ ചർച്ചകളിൽ നിന്ന് നല്ല
അഭിപ്രായങ്ങൾ, ശരിയായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കാനുള്ള മനസ്സും ഉണ്ടാവണം എന്നുള്ളതാണ് ഏതൊരു ഭരണ നിർവഹണത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത്. ഇസ്ലാമിക വീക്ഷണ പ്രകാരം കൂടിയാലോചന അഥവാ ശൂറയാണ്. കൂടിയാലോചനയിലൂടെ പരസ്പര സഹകരണത്തോടുകൂടെയും അതുപോലെ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെയുമുള്ള ജനപങ്കാളിത്തത്തോടുകൂടെയുള്ള ഭരണനിർവഹണം സാധ്യമാവണം എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അംറുകും ശൂറാബൈനകും വശാവിറകും ഫിൽ അംർ എന്നിത്യാദിയുള്ള ഖുർആനിക കൽപ്പനകളിലൂടെ പ്രവാചകരെ അവരുടെ കാര്യം, അവരുടെ ഭരണനിർവഹണം അവർക്കിടയിൽ കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് താങ്കൾ നിർവഹിക്കേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ല അഭിപ്രായവും അതുപോലെ തന്നെ കമാൻഡിംഗ് പവറുമെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ആരായാൻ മനസ്സുള്ളവനാകണം ഭരണാധികാരി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഏകാധിപത്യപരമായ ശൈലിയിൽ ഭരണം നിർവഹിക്കാത്ത, ജനങ്ങളോട് കൃത്യമായ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളോട് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അധികാര നിർവഹണം നടത്തുന്ന ആ മനസ്സുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിത്തറയിൽ. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിലെ ചിന്താ പ്രസ്ഥാനങ്ങൾ അഥവാ മദ്ഹബുകൾക്ക് വികാസമുണ്ടായത് പോലും കൂടിയാലോചനയിലൂടെയാണ്. ഓരോ ഇമാമുമാരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അത് ക്രോഡീകരിക്കുകയായിരുന്നില്ല, മറിച്ച് അവരവരുടെ ശിഷ്യന്മാരുമായിട്ട് കൂടിയാലോചന നടത്തി എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. പക്ഷേ ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം മാത്രമല്ല ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്, മറിച്ച് ഇമാം അബൂ യൂസുഫ്, ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി അടക്കമുള്ള അദ്ദേഹത്തിന്റെ ധാരാളം ശിഷ്യഗണങ്ങളുമായിട്ട് കൂടിയാലോചിച്ച് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ ക്രോഡീകരിച്ചു വെച്ചതാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. കൂടിയാലോചന ഇസ്ലാമിലെ മതപരമായിട്ടുള്ള ചിന്താ പ്രസ്ഥാനങ്ങളിൽ പോലും അതിന്റെ വികാസത്തിന് കൂടിയാലോചന വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠമെങ്കിൽ തീർച്ചയായിട്ടും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കൂടിയാലോചനയ്ക്ക് ശൂറയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സ്വേച്ഛാധിപത്യ പ്രവണതയുള്ളവരെ അകറ്റി നിർത്തുകയും ജനാധിപത്യത്തിനും ഉൾപാർട്ടി ജനാധിപത്യത്തിനും പ്രാമുഖ്യം കൊടുക്കുന്നവർക്ക് മുൻഗണന നൽകുകയും ചെയ്യുക എന്നതാണ് നാം മേൽപ്പറഞ്ഞതിന്റെ ആധുനിക ഭാഷ്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, കൂടിയാലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക്, അതിന് പ്രാമുഖ്യം കൊടുക്കുന്നവർക്ക് നമ്മളും മുൻഗണന നൽകുക എന്നുള്ളതാണ്. ഭരണാധികാരിക്കുണ്ടാവേണ്ടുന്ന മൂന്നാമത്തെ യോഗ്യത നീതിബോധമാണ്. സ്വജനപക്ഷപാതമില്ലാതെ സ്വജനപക്ഷപാതങ്ങളില്ലാതെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. നീതിബോധമുള്ള ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. എല്ലാവരോടും ഒരേ മനസ്സോടുകൂടി പെരുമാറുന്ന, ജാതിമത സങ്കുചിതത്വങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാവരിലും നീതി നടപ്പിലാക്കുകയും എല്ലാവർക്കും വികസനം അതിന്റെ അർഹരായ ആളുകളിലേക്ക് കൃത്യമായി യാതൊരു പക്ഷപാതിത്വവുമില്ലാതെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് നീതിബോധമുള്ള ആളുകൾ. നീതിബോധമുള്ളവരെ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്നാണ്. അതാണ് ഖുർആന്റെ ആഹ്വാനം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നവരാവണം, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവണം. വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ, നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നീതിബോധത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് നമ്മളും മുൻഗണന നൽകുക എന്നുള്ളതാണ്. വികസനത്തിന്റെ ഗുണഫലങ്ങൾ നീതിപൂർവം ആവർത്തിച്ചു പറയുന്നു. ജാതിമത സങ്കുചിതത്വങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രാപ്തിയും മനസ്സുമുള്ളവരെയാണ് ജനപ്രതിനിധികളും അധികാരികളുമാക്കേണ്ടത്. നീതിയാണ് സഹോദരങ്ങളെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സാമൂഹിക വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു മഹാൻ പറഞ്ഞ വചനം ഇപ്രകാരമാണ്. ഒരു മഹാൻ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നീതിയുള്ള ഏത് ഭരണകൂടവും നിലനിൽക്കും, നീതിയുള്ള ഏത് ഭരണകൂടവും നിലനിൽക്കും. അത് മുസ്ലിങ്ങളുടെ ഭരണകൂടമല്ലെങ്കിൽ പോലും, മുസ്ലിങ്ങളുടെ ഭരണകൂടമല്ലെങ്കിൽ പോലും നീതിയുള്ള ഭരണകൂടങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ്. നീതിയില്ലാത്തൊരു ഭരണകൂടവും നിലനിൽക്കില്ല, അത് മുസ്ലിങ്ങളുടെ ഭരണകൂടമാണെങ്കിൽ പോലും. സഹോദരങ്ങളെ, അങ്ങനെയാണ്. അതാണ് നീതിയോടുള്ള ഇസ്ലാമിന്റെ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ അതുപോലെ തന്നെ ജാതിമത സങ്കുചിതത്വങ്ങളില്ലാതെ എല്ലാവരിലും നീതിപൂർവ്വം വികസന പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കാണുകയും അതോടെ വികസന പ്രവർത്തനങ്ങൾ
കാര്യങ്ങളെ യാതൊരു സങ്കുചിതത്വവുമില്ലാതെ അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ് നാലാമത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. വിശേഷിച്ചും നമ്മുടേതുപോലുള്ള പ്രദേശങ്ങളിൽ അതിന് വളരെ ഗൗരവമുണ്ട്. ലോക്കൽ ബോഡികളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും വംശീയതയും ഫാസത്തെയും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ജാഗ്രത നമുക്ക് എപ്പോഴും വേണം. ഫാസത്തെയും അതുപോലെ വംശീയതയും വർഗീയതയും എല്ലാം രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ജാഗ്രത എപ്പോഴും വേണം എന്നുള്ളതാണ്. വംശീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുന്നേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലൽ അസബിയ്യ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ പോരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. വംശീയതയെ അതിന്റെ എല്ലാ മുഖങ്ങളോടെയും എതിർത്ത പ്രസ്ഥാനമാണ്, പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് എതിരായി എന്നതുകൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും എല്ലാത്തരം വംശീയതയും എതിർക്കുക എന്നുള്ളതാണ്. വംശീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വംശീയതയുടെ പേരിൽ പോരടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വംശീയതയുടെ പേരിൽ മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഫാസിസ്റ്റ് ഭരണകൂടം ദേശീയ തലത്തിൽ അതിന്റെ വംശീയ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഇന്ത്യൻ സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ചും മുസ്ലിങ്ങൾ, വലിയ പ്രയാസങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പൗരത്വ നിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി, SIR അടക്കമുള്ള നിരവധി കാര്യങ്ങൾ മുസ്ലിങ്ങളെ അരക്ഷിതരാക്കുന്നു എന്ന് വിലയിരുത്തുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളത് എന്നുള്ളതാണ്. ഇവിടെ വംശീയ ബോധം പേറുന്നവർ അധികാരത്തിലെത്തിപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള കരുതലും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, നാലാമതായിട്ട് നമുക്കുണ്ടാവേണ്ടുന്ന ജാഗ്രത എന്ന് പറയുന്നത് വംശീയ ബോധം പേറുന്നവർ അധികാരത്തിലെത്തിപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ജാഗ്രതയുമാണ്. ജനപ്രതിനിധികൾക്കുണ്ടാവേണ്ടുന്ന 4 യോഗ്യതകളാണ് ഇന്നത്തെ ഖുതുബയിൽ ഇസ്ലാമിക അടിത്തറയിൽ നാം വിശദീകരിച്ചത്. അതിലൊന്നാമത്തെ കാര്യം, അഴിമതിക്കാരനോ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ചരിത്രമുള്ളവനോ ആകാതിരിക്കുക. അതോടൊപ്പം തന്നെ വാഗ്ദാന ലംഘനം നടത്തുന്നയാളാവാതിരിക്കുക. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, അഭിപ്രായ സുഭദ്രതയോടൊപ്പം തന്നെ വികസന കാര്യങ്ങളിൽ അങ്ങേയറ്റം കൂടിയാലോചന മനസ്സുള്ളയാളായിരിക്കുക. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്തേത്, വികസനത്തിന്റെ ഗുണഫലങ്ങൾ ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി അർഹരിലേക്ക് നീതിപൂർവം വിതരണം ചെയ്യാൻ പ്രാപ്തിയുള്ള മനുഷ്യനായിരിക്കുക, അതിന് മനസ്സുള്ള മനുഷ്യനായിരിക്കുക. നാലാമത് വേണ്ടത്, മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള അതീവ ജാഗ്രതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാതെ മേൽപ്പറഞ്ഞ ജാഗ്രതകളോടെ, കരുതലോടെ ലോക്കൽ ബോഡികളിലേക്കുള്ള സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ മതേതര ബോധമുള്ള ആളുകളും അതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന അഴിമതി രഹിതരായിട്ടുള്ള ജനപ്രതിനിധികളും അധികാരത്തിലേക്ക് വരാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.